പി.ജി. പോലീസ് സ്റ്റേഷൻ മർദ്ദനത്തിൽ CI PM രതീഷിനെതിരെ ഒടുവിൽ നടപടിക്ക് തീരുമാനമായിരിക്കുകയാണ്. രതീഷിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നു. 15 ദിവസത്തിനകം വിശദീകരണം നൽകണമെന്നാണ് ദക്ഷിണ മേഖല IG ശ്യാം സുന്ദറിന്റെ നിർദ്ദേശം. വിവരങ്ങളുമായി SP ശ്രീനന്ദ ചേരുകയാണ്. ശ്രീനന്ദ, വിശദാംശങ്ങൾ. നിലവിൽ നിരവധി തവണയായി നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് പോലീസ് സ്റ്റേഷൻ മർദ്ദനങ്ങളുടെ വാർത്തകളെല്ലാം തന്നെ. ഇപ്പോൾ വീണ്ടും പുറത്തു വന്നിരിക്കുന്ന ഒരു വാർത്തയാണ്. പി.ജി. പോലീസ് സ്റ്റേഷനിൽ പോലീസ് ഉദ്യോഗസ്ഥൻ PV രതീഷ് എന്ന് പറയുന്ന ആൾ ഒരു വ്യക്തിയെ മർദ്ദിച്ചു എന്ന് പറയുന്നുണ്ട്. ആ വ്യക്തി ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുകയാണ്, തന്നെ മർദ്ദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്. 2023 ഇത്തരത്തിലൊരു സംഭവം നടന്നത്. അന്ന് ഇത് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ ഈ ഒരു രതീഷിനെതിരെ, ഈ പോലീസ് ഉദ്യോഗസ്ഥൻ മർദ്ദിച്ചു എന്ന് പറയപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ട് ഇവിടെ പോലീസ് ആസ്ഥാനത്തേക്ക് അയച്ചിരുന്നു. പക്ഷേ ആ റിപ്പോർട്ട് പൂഴ്ത്തി വെച്ചൊരു സാഹചര്യം ഉണ്ടായെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വിവരം എന്ന് പറയുന്നത്. ശേഷം ഇപ്പോൾ വീണ്ടും ഈ ഒരു പ്രശ്നം മുന്നോട്ട് വരികയും മർദ്ദനത്തിനിരയായ ആൾ തന്നെ മുന്നോട്ട് വന്ന് പ്രതികരിക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ടായപ്പോഴാണ് ദക്ഷിണ മേഖല IG തന്നെ ഇതിനെതിരെ ഒരു റിപ്പോർട്ട് 15 ദിവസത്തിനകം തന്നെ നൽകണം, കാരണം കാണിക്കൽ നോട്ടീസ് ഈ രതീഷിന് നൽകിയിരിക്കുന്നത്. 15 ദിവസത്തിനകം തന്നെ ഈ കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകണമെന്നാണ് രതീഷിനോട് പോലീസ് മേധാവി ആവശ്യപ്പെട്ടിരിക്കുന്നത്. റവാഡ ചന്ദ്രശേഖർ തന്നെ നേരിട്ട് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉടൻ തന്നെ കാരണമെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്ന ഒരു അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. നിരവധി ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ വെച്ച് നിരവധിയായി പോലീസ് സ്റ്റേഷനുകളിൽ നടന്നുകൊണ്ടിരുന്ന അക്രമങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു പോലീസിൻ്റെ അതിക്രമം ഈ ഒരു വ്യക്തി പുറത്തു പറയാനുള്ളൊരു തീരുമാനമെടുത്തത്. പക്ഷേ ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ രതീഷ് പറയുന്നത് താൻ അത്രയും വർഷങ്ങൾക്ക് മുൻപ് നടന്നൊരു സംഭവമാണ്, ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇതിനെ കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നത് എന്നൊരു കാര്യം കൂടി രതീഷ് ചോദിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു വ്യക്തി പറയുന്നത് തനിക്ക് ഇത്രയും നാളും പറയാനുണ്ടായിരുന്നൊരു ഭയമുണ്ടായിരുന്നു. താൻ വിവരാവകാശം കൊടുത്ത് നേടിയ ആ ഒരു വീഡിയോ ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അന്ന് തനിക്ക് അതിനുള്ള ഒരു ഇതില്ലായിരുന്നു, തനിക്കത് ലഭിക്കുമോ എന്നൊരു വ്യക്തതയില്ലായിരുന്നു. അതുപോലെ തന്നെ അത് അന്വേഷിച്ച SI അതിനെ അനുകൂലിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ട് നൽകിയെങ്കിലും ആ റിപ്പോർട്ട് പൂഴ്ത്തി വെച്ചൊരു സാഹചര്യമുണ്ടായി. അതുകൊണ്ടാണ് അന്ന് പ്രതികരിക്കാൻ തനിക്ക് പറ്റാതിരുന്നത്. എന്നാൽ ഇപ്പോൾ നിരവധി പ്രശ്നങ്ങൾ മുന്നോട്ട് വരുന്നൊരു സാഹചര്യത്തിൽ താൻ പ്രതികരിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് എന്ന് മനസ്സിലാക്കിയത് മർദ്ദനമല്ല പ്രശ്നം, ഈ പരാതി ഉന്നയിച്ചത് വലിയ പ്രശ്നമായിട്ടാണ് പോലീസുകാരെ കാണുന്നത് എന്ന് ആലോചിക്കുമ്പോഴാണ് ഏറ്റവും കൗതുകരമായ കാര്യം. എന്തായാലും തുടരെ ആഭ്യന്തര വകുപ്പ് പ്രതിക്കൂട്ടിലാവുന്ന രീതിയിലുള്ള വാർത്തകളാണ് കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. കേരളം ചോദിക്കുന്നുണ്ട്, ആഭ്യന്തര വകുപ്പിന് ഒരു മന്ത്രി ഉണ്ടോ എന്ന്.